അതെ, ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. സത്യത്തിൽ ഈ വീണ വിജയൻ ആരാ? പിണറായി വിജയന്റെ മകളല്ലേ? എന്റെ സംശയമല്ല കേട്ടോ, നിങ്ങൾ കേട്ടു നോക്കൂ. പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നതിനാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം. സത്യത്തിൽ ഇപ്പൊ താക്കോൽ എവിടെയാ? വീണക്ക് വേണ്ടി ബേജാറാവേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങൾ ബേജാറായാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. വീണക്കെതിരായിട്ടുള്ള കേസാണ് ഞങ്ങൾ ഇടപെടേണ്ട കാര്യം. ഇതിൽ പിണറായി വിജയനെ പിന്നെ എന്തിനാണ് പ്രതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു മാത്രം. പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നതിനാണ്. ദേ പിന്നെ അയ്യോ, സംശയം തീർന്നിട്ടില്ല, പോവല്ലേ. ദേ കേട്ടോ, അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. ഞങ്ങളെല്ലാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ലായിരുന്നു. സാധാരണഗതിയിൽ പിന്നെ ഒന്ന് ശാന്തമായ ശേഷം ഇറങ്ങണമായിരുന്നു. ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രകടനവും അതിൽ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി വന്ന ആൾക്കാരുടെ നേരെ വാഹനം വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് സംഭവങ്ങളുണ്ടായത്. അല്ല, അത് പോലീസാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. അവരെ അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് നോക്കിക്കൊണ്ട് അവരെ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ പുറത്തിറക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത് പോലീസാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം. വാഹനത്തിലേക്ക് കല്ലൊക്കെ എടുത്തെറിയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റുമോ? അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ചെറിയ ഒറ്റപ്പെട്ട സംഭവം എന്തിനാ നിങ്ങളിപ്പോ ഊതി വീർപ്പിക്കുന്നത്? ചെറിയ ഒറ്റപ്പെട്ട സംഭവം. അതിനുശേഷം പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസ് പിന്നെ പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്യാറില്ല. അത് സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം പ്രകാരമാണ് പോലീസ് പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയത്. അല്ല, അത് ഐഡന്റിഫൈ ചെയ്താൽ ഞങ്ങൾ നോക്കാം. ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അല്ല അതല്ല അത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളത് ഞങ്ങളാക്കി. അതെ താങ്കൾക്ക് വിശ്വസിച്ച് അങ്ങനെ നിന്നു. അതെ അതെ എല്ലാം താങ്കൾ പറഞ്ഞു. ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകാൻ പറ്റുമോ? എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ സുനാമി